അസ്സലാമലൈക്കും. അങ്ങനെ നമ്മുടെ കർക്കിടക മാസമൊക്കെ തുടങ്ങി. ഇപ്പോഴാണ് കേട്ടോ ഇതിനെപ്പറ്റിയൊക്കെ വലിയ അറിവൊക്കെ വന്നത്. ഇങ്ങനെ കർക്കിടക മാസം വളരെ നല്ല എന്താ പറയുക, രാമായണ മാസം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഈ കർക്കിടക മാസത്തിലുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ 3 ദിവസം ഉലുവക്കഞ്ഞി, പിന്നെ 3 ദിവസം മുതിരക്കഞ്ഞി. അപ്പോൾ ഉലുവക്കഞ്ഞി തലേന്നേ പുതിർത്തി തലേന്ന് രാത്രി തന്നെ വേവിച്ച് വെക്കും. പിന്നെ രാവിലെ ശർക്കരയും തേങ്ങയിട്ട് അതവിടെ സെറ്റാക്കല, കുറച്ച് ഉപ്പും ഇട്ട് ഉലുവ കഞ്ഞി റെഡിയായി. ഇതൊന്നും പണ്ട് കുടിക്കാൻ തീരെ താല്പര്യമില്ലേനും. ഉലുവ വളരെ കയ്പ്പാണല്ലോ. പക്ഷേ സാഹചര്യങ്ങൾ മൂലം സിസേറിയൻ കാരണവും ഇത് നിർബന്ധമാണെന്ന് മനസ്സിലായി. കാരണം സിസേറിയൻ മൂലം നമുക്ക് കിട്ടി വന്ന ഒരു ഊരവേദന ഉണ്ടായതുകൊണ്ട് നിർബന്ധമാണല്ലോ. പിന്നെ പൊതുവേ പറയാലോ, ഉലുവ ഊരവേദന അങ്ങനത്തെ വേദനകൾക്കും, മുതിര മറ്റേ കുതിരയുടെ ബലമൊക്കെ തരുമെന്ന് പറയുന്നത് കേട്ടിക്കണ്. അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉലുവക്കഞ്ഞി 3 ദിവസം, അത് കഴിഞ്ഞാൽ 3 ദിവസം മുതിര. ഇതാണ് ഇനി അങ്ങോട്ടേക്കുള്ള 3-4 ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യമൊക്കെ ഒരു ചവർപ്പ് തോന്നിയെങ്കിലും പിന്നെ ഇപ്പം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് കഴിക്കാൻ തുടങ്ങിട്ടോ. ടേസ്റ്റൊക്കെ കൂടിയ പോലെ തോന്നുന്നത്, പിന്നെ ഒരു വെറൈറ്റി. അപ്പോൾ എന്തായാലും നമ്മുടെ കർക്കിടക കഞ്ഞി കൂടി തുടങ്ങി. അപ്പം നിങ്ങളുടെ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടോ, ഈ ഉലുവക്കഞ്ഞി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.